Praise the Lord. Hallelujah. ആദ്യമേ നിങ്ങൾക്ക് നന്ദി പറയുകയാണ്, ഇങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ ക്ഷണിക്കാൻ ഇടവന്നതിന്. ധ്യാനം ഞങ്ങൾ തുടങ്ങിയത് 2000-ലാണ്. തൃശ്ശൂരുള്ള ഗലീലി ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് ആദ്യമായിട്ട് ഞങ്ങൾ ധ്യാനം തുടങ്ങിയത്. പിന്നെ 2010 കഴിഞ്ഞപ്പോൾ ഇരിഞ്ഞാലക്കുട റിട്രീറ്റ് സെൻ്ററിലായിരുന്നു. അവിടെ ഒരു പുതിയ ബിഷപ്പ് ചാർജ് എടുത്ത സമയത്ത് ലേ പീപ്പിള് കുടുംബസ്ഥര് വചനം പഠിപ്പിക്കണ്ട എന്ന ഒരു നിയമം വന്നു. അപ്പോൾ ഫാദർ മൈക്കിൾ കാര്യമറ്റച്ച് എന്ന് പറഞ്ഞ PUC ബൈബിളിൻ്റെയൊക്കെ തുടക്കത്തിൽ കാണും. ആ അച്ഛൻ്റെ അണ്ടറിലായിരുന്നു എൻ്റെ ബൈബിൾ പഠനങ്ങൾ. അങ്ങനെ അച്ഛൻ ഞങ്ങൾ നോർത്ത് ഇന്ത്യൻ മിഷന് പോകാനായിട്ട് പ്രേരിപ്പിച്ചു. അങ്ങനെയാണ് ഈ സിനിമകളൊക്കെ ഉണ്ടാകാൻ ഇടവന്നത്. അപ്പോൾ 2010 വരെ ഇങ്ങനെ ധ്യാനങ്ങൾ നടത്തി. പിന്നെ മിഷൻ പ്രവർത്തനമായിരുന്നു. രണ്ടാമത്തെ സിനിമ ദ ഹോപ്പ്. ബിഷപ്പുമാരെല്ലാം ഞങ്ങൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. പക്ഷേ കാശ് മാത്രം കടം വന്നിട്ട് വീട്ടാനൊരു വഴിയില്ല. 1 കോടി രൂപ പലിശ കൊടുത്തുകൊണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം ഒരു ദൂതനെ പോലൊരു മനുഷ്യനെ ഒരുക്കി. ഒരാൾ വന്ന് 1 കോടി രൂപ കൊടുത്ത് മുഴുവൻ കടവും വേണ്ടി. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞു, താൻ ഇനി പഠിപ്പിക്കൽ വീണ്ടും തുടങ്ങി, സിനിമ അവിടെ കിടക്കട്ടെ. അങ്ങനെ തുടങ്ങിയിട്ട് 1 വർഷമായി. ഹല്ലേലൂയ. അതിന് ഞാനൊരു കൊച്ചു കാര്യം നമുക്കൊക്കെ അറിയാവുന്നത് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. നഴ്സറിയിൽ പഠിക്കാൻ പോകുന്ന കൊച്ചുകുട്ടികളെ അധ്യാപകർ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ നോക്കുമ്പോഴോ കറക്റ്റ്, കിഴക്കുദിച്ചു, പടിഞ്ഞാറ് അസ്തമിച്ചു. പഠിച്ച് ഡിഗ്രി എടുത്തു, പ്രൊഫഷണൽ ഡിഗ്രി കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് വന്നിട്ട് ഇദ്ദേഹം പറയാ, സൂര്യൻ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല. ഇത് ഏതാ ശരി? ഹലോ, സൂര്യൻ ഉദിക്കുന്നുണ്ടോ? ഉദിക്കുന്നുണ്ടോ? ഇവിടെ തന്നെ കൺഫ്യൂഷന്. കാരണം എന്താണെന്നറിയാവോ? അതിനപ്പുറത്തേക്ക് പഠിച്ചിട്ടില്ല. അപ്പൊ കൊച്ചു കുഞ്ഞുങ്ങളെ അങ്ങനെയേ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് കാണാനും കൂടെ പറ്റണം. പക്ഷേ പഠിച്ചു വരുമ്പോൾ മനസ്സിലായി, ഭൂമി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമിയാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയാനുള്ള കാരണം, ആത്മീയ മേഖലയിലും ഇത് തന്നെയാണ് അവസ്ഥ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മേഖലയിൽ ഒരു മാറ്റം വേണോ? പണ്ട് കാലത്ത് കാളവണ്ടിയില്ല നമ്മൾ പോയിരുന്നത്. ഇന്നോ കാളവണ്ടിയിൽ തന്നെയാണോ? അപ്പൊ അത് മാറ്റാൻ നമുക്കറിയാം. പണ്ട് കാലത്ത് ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു. എൻ്റെയൊക്കെ വീട്ടിൽ ആ ഭാഗത്ത് ആർക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അയൽപ്പക്കക്കാർ മുഴുവൻ ആ നമ്പർ കൊടുക്കും. ഞങ്ങൾക്ക് നല്ലൊരു പണി വീടുകളിൽ പോയിട്ട് വിളിച്ച് പറയില്ല, നിങ്ങൾക്ക് കോള് വന്നിട്ടുണ്ട്. ഇന്നൊരാൾ വരുന്നില്ലെന്നേ. എന്താ കാരണം? വീട്ടിലെ ഫോൺ ആർക്കും വേണ്ടെന്നേ. അവസാനം അത് കട്ട് ചെയ്ത് കളഞ്ഞു. എന്താ കാരണം? ഓരോരുത്തരുടെ കയ്യിലും. അപ്പൊ അവിടെ ഒരു അപ്ഡേഷൻ വേണോ? ആത്മീയതയിൽ മാത്രം വേണ്ട. ഇവിടെയാണ് നമുക്ക് അപകടം പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആത്മീയ മേഖലയിൽ നമുക്കൊരു അപ്ഡേഷൻ വേണം. പ്രൈസ് ദി ലോർഡ്. ഇത് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണമെന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 17-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ ബറോയിലുള്ള യഹൂദന്മാരോട് പറയുന്ന ഒരു കാര്യമാണ്. അവര് ആര് പ്രസംഗിച്ചാലും വിശ്വസിക്കില്ല. ആര് പ്രസംഗിച്ചാലും അവര് വിശ്വസിക്കില്ല. പക്ഷെ അവര് പരിശുദ്ധാത്മാവ് വിളിക്കുന്ന പേരെന്താണെന്നറിയാവോ? ഓ, ഭയങ്കരമാണ്. മാന്യന്മാർ. പരിശുദ്ധാത്മാവ് വിളിച്ച പേരെന്താണ്? മാന്യന്മാർ. എന്താണ് ഈ വിശ്വസിക്കാത്തവർ മാന്യന്മാരെന്ന് വിളിക്കാൻ കാരണം?
വായിക്കുകയാണെ കെട്ടിങ്ങ വായിച്ചോളൂട്ടാ. ഈ സ്ഥലത്തെ യഹൂദർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു. ഒരു നിമിഷം നിർത്താവോ? ഈ സ്ഥലത്തെ യഹൂദർ ആരെക്കാളും. അപ്പൊ അന്ന് കാലത്ത് എല്ലാവരും വിചാരിച്ചിരുന്നത് ഏറ്റവും നല്ല യഹൂദർ തെസ്സലോനിക്കക്കാരാണ്. അപ്പൊ ഇന്നോ ഏറ്റവും നല്ല ക്രിസ്ത്യാനി ആരാണ്? സീറോ മലബാറാണോ, യാക്കോബായാണോ, ലാറ്റിനാണോ, മലങ്കരയാണോ? ഞാൻ പറയും സീറോ മലബാറാണോ. ആണോ? ഇതൊന്നും അല്ലെന്നേ. അതാണ് ഇവിടെ പറയുന്നത്. ഒന്ന് കേട്ടു നോക്കുക. ഒരു നല്ല ക്രിസ്ത്യാനിയാകണമെങ്കിൽ എന്ത് വേണമെന്ന് 2000 കൊല്ലം മുമ്പ് എഴുതി വെച്ചിരിക്കുക. നമുക്ക് ജനിച്ചു വീഴുന്നത് ഏതെങ്കിലും ഒരു മതത്തിലാകും. ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വീണാൽ എവിടെ പോകും? അമ്പലത്തിൽ പോകും. ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ചാൽ പള്ളി പോകും. മുസ്ലിം കുടുംബത്തിൽ ജനിച്ചാൽ അതല്ല ദൈവവിശ്വാസം. അത് വെറും ഒരു മതഭക്തിയാണ്. ഇവരുടെ പ്രത്യേകത വായിക്കണേ. ഇവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു. കാരണം ഇവർ അതീവ താല്പര്യത്തോടെ വചനം സ്വീകരിച്ചു. അവർ പറഞ്ഞത് സത്യമാണോ എന്നറിയുവാൻ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അനുദിനം പരിശോധിക്കുകയും ചെയ്തു. ആര് പ്രസംഗിക്കാൻ വന്നാലും ബൈബിളിൽ ഇല്ലാത്ത ഒരു കാര്യം അവർക്ക് വേണ്ട. ബൈബിളിൽ ഇല്ലാത്തൊരു കാര്യം വേണ്ട. പെട്ടെന്ന് മനസ്സിലാകാൻ, ഒരു സാധാരണ ബീഡി, സിഗരറ്റ്, കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു കൊച്ചു കട. അപ്പൊ അവിടെ കോഴിമുട്ട കൊണ്ടുവയ്ക്കും. അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഉണ്ടാകും. പെട്ടെന്നൊരു ദിവസം പരിശോധനയ്ക്ക് വന്ന് അവിടെ ഇരിക്കുന്ന കോഴിമുട്ട പിടിച്ചു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, കള്ള കോഴിമുട്ടകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ കോഴിമുട്ട പിടിച്ചു. അയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. നാട്ടുകാരൊക്കെ കൂടി, അയ്യോ ഇതൊരു പാവം മനുഷ്യനാണ്, ഇയാൾ സത്യസന്ധനായ ഒരു മനുഷ്യനാണ്, ഇയാളെ വെറുതെ വിടണം. അധികാരികൾ പറഞ്ഞു ഇയാളെ വെറുതെ വിടാമായിരുന്നു. പക്ഷെ ഈ കോഴിമുട്ട എവിടെ നിന്നാ മേടിച്ച് അതിന്റെ ബില്ല് ഇയാളുടെ കയ്യില്. ടാക്സ് പോകണ്ടെന്ന് കരുതി ചെയ്തതാണ്. അപ്പൊ ബില്ലില്ലാത്തത് കൊണ്ട് ഈ കോഴിമുട്ട, കള്ളമുട്ട ഇയാളുടെ പേരിലാണ് കേസ്. എന്നതുപോലെ എന്റെ വായിലൂടെ പറയുന്ന ഒരു ദൈവിക കാര്യം ബൈബിളിൽ രേഖയില്ലെങ്കിൽ എടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. എടുക്കരുത്. അതിന്റെ ആധികാരികത ബൈബിളിൽ ഉണ്ടോ എന്ന് പരിശോധിച്ചു നോക്കി വിശ്വസിക്കുന്നവനെ പരിശുദ്ധാത്മാവ് വിളിക്കുകയാണ്. അവർ നല്ല ക്രിസ്ത്യാനികളാണ്, മാന്യന്മാരാണ്. കാര്യമാണ് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, പ്രവൃത്തിയിലൂടെയല്ല. എന്തതിന്റെ അർത്ഥം? ഇനി പ്രവൃത്തി വേണ്ടെന്നാണോ? തിരിച്ചറിയണേ. വിശ്വാസം വഴി ദൈവം ആ മനുഷ്യന് പാപമോചനം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. പാപമോചനമേ ലഭിച്ചിട്ടുള്ളൂ. ഇനി രക്ഷയുടെ വഴി മുൻപോട്ട് കിടക്കുകയാണ്. അതിനാദ്യമേ പറയുകയാണ് യേശുക്രിസ്തു മാറ്റമില്ലാത്ത വചനമാണ്, മറക്കരുത്. ആവശ്യക്കാരെ നോട്ട് പുസ്തകത്തിലോ ഹൃദയത്തിലോ കുറിച്ചിടുക. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 5 മുതൽ വാക്യങ്ങൾ പറയുകയാണ്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും. ആരാണ്? ഒരുവനും. എത്ര നല്ല മാതാപിതാക്കൾക്ക് ജനിച്ചാലും ഒരുവനും വീണ്ടും ജനനം പ്രാപിക്കാതെ ദൈവരാജ്യത്തിലേക്ക് എൻട്രി ഇല്ല. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു നിങ്ങൾ അറിയുന്നില്ല. പക്ഷെ ഈ കാറ്റ് അനുഭവിക്കാൻ പറ്റില്ലേ? എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അവനവന് മാത്രമേ അറിയുള്ളൂ, അവനവന് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. മാംസത്തിൽ ജനിക്കുന്ന മാംസമാണ്. നല്ല അപ്പൻ, നല്ല അമ്മ, 2 മാംസങ്ങളാ. ഒരു മാംസക്കുഞ്ഞ് ജനിച്ചു. അത് ക്രിസ്ത്യാനി കുടുംബത്തിലെ ഹിന്ദു ഏതു ആയിക്കൊള്ളട്ടെ, വീണ്ടും ജനനം പ്രാപിക്കുക. ഒരു അമ്മച്ചി
10 കോഴിമുട്ട എടുത്തിട്ട് പൊരുന്നിൽ വെച്ചു. 21 ദിവസം കഴിഞ്ഞപ്പോൾ 5 കോഴിമുട്ട വിരിഞ്ഞ് കുഞ്ഞു പുറത്തു വന്നു. ആ ജീവൻ വെച്ച കുഞ്ഞുങ്ങൾ ബഹളം വെക്കുകയാണ്. അപ്പൊ മറ്റേ 5 കോഴിമുട്ട പറയാ, ഇതുവരെ ഒരു കുഴപ്പമില്ലാതിരുന്നിരുന്നതാ, ഒന്നും മിണ്ടാതിരിക്കി. മനസ്സിലാകുന്നുണ്ടോ? വല്ലതും പിടി കിട്ടുന്നുണ്ടോ? ഇത് വിരിഞ്ഞില്ല. ഇതിനും ചൂട് കിട്ടിയതാ, ഇത് വിരിഞ്ഞില്ല. എന്താ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? 500 പേരിരുന്ന് വചനം കേൾക്കുകയാണ്. 5 വീണ്ടും ജനിച്ചു. ഈ കോഴിക്കുഞ്ഞ് ബഹളം വെക്കുക, പീ പീ ബഹളം, ഭക്ഷണം വേണം, വെള്ളം വേണം. 500 പേര് ധ്യാനം കൂടിയതാ. 5 പേർക്ക് എനിക്ക് ഇനിയും വചനം കേൾക്കണം, ബൈബിൾ എവിടെ, എനിക്ക് സ്വന്തമായിട്ട് ബൈബിൾ വേണം, രാത്രി ബൈബിൾ കേൾക്കണം. ഇതെന്താ പറ്റി? വീണ്ടും ജനിച്ചു. ഹല്ലേലൂയ. വീണ്ടും ജനിച്ചതിന്റെ അടയാളമാണ് വചനത്തിനോടൊരു ദാഹമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. തള്ളി ഉന്തി വിടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എപ്പോഴും കോഴിമുട്ടയാ. വീണ്ടും കൊണ്ടുവന്നിരുത്തുക, തന്നെ നടക്കണവരെ വീണ്ടും ഇരുത്തുക, വചനം കേൾപ്പിക്കുക, ആ ഒരു ദാഹം. സഹോദരങ്ങളെ, ഇന്നും കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ തെളിവാണ് നമ്മൾ കേൾക്കുന്ന ഓരോ സാക്ഷ്യങ്ങളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഈ കേൾക്കുന്ന വചനങ്ങളുടെയൊക്കെ ഒറിജിനൽ എവിടെ ഇരിക്കണേന്ന് അറിയാവോ? ഒറിജിനൽ റോമിലാണോ അതോ അന്ത്യോക്യയിലാണോ? കേൾക്കുന്ന വചനങ്ങളുടെ ഒറിജിനൽ ആവശ്യമുള്ളവരെ കുറിച്ചിട്ട് പഠിക്കണേ. 119 സങ്കീർത്തനം 89 വാക്യത്തിൽ പറയുകയാണ്, കർത്താവേ, അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാറ്റമില്ലാതെ നിലകൊള്ളുകയാണ്. അതുകൊണ്ട് ഓർക്കുക സഹോദരങ്ങളെ, മറന്നു പോകരുതേ, നമ്മൾ കേൾക്കുന്ന ഈ വചനങ്ങൾ ദൈവത്തിൻ്റെതാണ്. ഈ വചനത്തിന് മാറ്റമില്ല. എന്നാൽ നമ്മുടെ വിശ്വാസ തലങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. ആദ്യം തന്നെ ഞാൻ നിങ്ങളെ ഒന്ന് കൺഫ്യൂഷൻ ആക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മനസ്സിലായോ? എന്താക്കാനാണ്? ഒന്ന് കൺഫ്യൂഷൻ ആക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഒരു ഫരിസേയ പ്രമുഖൻ വീട്ടിലേക്ക് യേശുവിനൊരു ഭക്ഷണത്തിന് ക്ഷണിക്കുകയാണ്. ഒത്തിരി പൈസ മുടക്കിയിട്ടുണ്ട്, കുറെ ആളുകൾ അവന്റെ സുഹൃത്തുക്കൾ വന്നിരിക്കുന്നുണ്ട്. ഈ സമയത്ത് പാപിനിയായൊരു സ്ത്രീ കയറി വന്നു. അവൾ വേശ്യാവൃത്തി ചെയ്യുന്നവളാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അവളെ കയറി വരിക എന്ന് പറഞ്ഞ നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകും. നമ്മളൊക്കെ ആണെങ്കിൽ കിടത്തി വിടും. അങ്ങോട്ട് ചേച്ചി കിടത്തി വിടുമോ? ഇവിടെ നടത്തി മെത്രാന്മാരൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ തടയും. ഇതൊക്കെ തട്ടി മാറ്റി ആ സ്ത്രീ വന്നിരിക്കുക. യേശു താഴെ, ഇന്നത്തെ പോലെ കസേരയൊന്നും ഇല്ലല്ലോ, താഴെ പുറകിലേക്ക് കാല് വെച്ചിരിക്കുകയാണ്. അവള് വന്ന് യേശുവിന്റെ കാൽക്കൽ കണ്ണുനീര് കൊണ്ട് കഴുകി തലമുടി കൊണ്ട് തുടച്ച് ചുംബിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കുടുംബനാഥൻ, ഇത്രയും പണം മുടക്കി വിഐപികളെ വിളിച്ച ഈ കുടുംബനാഥൻ ചിന്തിക്കുകയാണ് എന്ന് പറഞ്ഞവന്റെ അറിവിൽ നിന്ന്. ഒരു പ്രവാചകന്റെ അടുക്കലാണ് ഇങ്ങനെ ഒരു സ്ത്രീ വരുന്നതെങ്കിൽ ആ സ്ത്രീ ആരെന്ന് പ്രവാചകന് മനസ്സിലാക്കും. കഷ്ടം, ഇവന് മനസ്സിലായില്ലല്ലോ, ഈ സ്ത്രീയെ ഇവന് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് അവൻ മനസ്സിൽ ചിന്തിച്ചിട്ടുള്ളൂ. നിങ്ങൾ വായിച്ചു പഠിക്കണേ. ഇന്ന് പോയാൽ ഈ ഭാഗം വേണം വായിക്കാൻ. ഈ ചിന്ത കണ്ട ഉടനെ യേശു, ഈ സ്ക്രീനിൽ വരുമോ ചിന്ത? ഹലോ, നമ്മൾ ചിന്തിക്കുന്ന സ്ക്രീനിൽ വരുമോ? പക്ഷെ യേശുവിന് സ്ക്രീനിൽ കാണാം. ഹല്ലേലൂയ. നീ എന്ത് ചിന്തിക്കുന്നുവോ, ഇവിടെ ശരീരമുണ്ട്, നീ എന്ത് ചിന്തിക്കുന്നുവോ അത് കാണുന്നവനാ യേശു. ആ ചിന്ത കണ്ടുകൊണ്ട് അവനോടൊരു കഥ പറയുകയാണ്. 2 കടക്കാരൊരു യജമാനനുണ്ടായിരുന്നു. ഒരാള് വെറും 500 രൂപ കടം മേടിച്ചു, വേറൊരാള് 5 ലക്ഷം കടം മേടിച്ചു. 2 ആൾക്ക് ഇളച്ചു കൊടുത്തു. നിനക്ക് മറുപടി പറയാവോ?
ആർക്കാണ് യജമാനനോട് കൂടുതൽ സ്നേഹം? അവൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നു 5 ലക്ഷം വലിയ എമൗണ്ട് അല്ലേ? യേശു പറഞ്ഞു, നീ ശരിയായി വിതച്ചിരിക്കുന്നു. എന്നിട്ട് പരസ്യമായി ഈ ഇരിക്കുന്ന ആളുകളുടെ മുമ്പിൽ പറയുന്നത് എന്താണെന്നറിയാവോ? വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ പറയുകയാണ്, സഹോദരങ്ങളെ, നീ എനിക്ക് കാല് കഴുകാൻ വെള്ളം തന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇത്രയും പണം മുടക്കി പറയുകയാണ്, നീ എനിക്ക് കാല് കഴുകാൻ വെള്ളം തന്നില്ല. പക്ഷേ ഈ സ്ത്രീ ആകട്ടെ, ഞാൻ ആ വാക്കൊന്ന് പറയട്ടെ, ഇവിടെ ഒന്ന് വായിച്ച് എന്നെ സഹായിക്കണേ. അവൻ ഇത് പറഞ്ഞ ഉടനെ കടം വീട്ടി കിട്ടി, അവനാണ് കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞ ഉടനെ 44 മുതൽ വാക്യങ്ങൾ, ലൂക്കായുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം. യേശു ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശിമയോനോട് പറഞ്ഞു, നീ കാണുന്നില്ലേ, കാല് കഴുകുവാൻ നീ എനിക്ക് വെള്ളം തന്നില്ല. എന്നാൽ അവൾ കണ്ണുനീർ കൊണ്ട് എന്റെ കാല് കഴുകുകയും തലമുടി കൊണ്ട് തുടക്കുകയും ചെയ്തു. നീ എനിക്ക് ചുംബനം തന്നില്ല. എന്നാൽ ഞാൻ ഇവിടെ പ്രവേശിച്ചതു മുതൽ എന്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിന്ന് ഇവൾ വിരമിച്ചില്ല. നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല, ഇവളോ എന്റെ പാദങ്ങളിൽ സുഗന്ധ തൈലം പൂശിയിരിക്കുന്നു. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. സ്നേഹിക്കുന്നു. അവൻ അവളോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവനോട് കൂടെ പന്തിയിലിരുന്നവർ പരസ്പരം പറയാൻ തുടങ്ങി, പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്യുന്ന ഇവൻ ആരാണ്? അവൻ അവളോട് പറഞ്ഞു, അവരോടല്ല, ജനത്തോടല്ല, അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. പ്രൈസ് ദി ലോർഡ്. ഈ പണം മുടക്കി വിരുന്നൊരുക്കിയ ഈ മനുഷ്യന് സമൂഹത്തിന്റെ മുമ്പിൽ വെച്ച് യേശുവിന്റെ ശകാരമാണ് ലഭിച്ചത്. എന്താണ് അതിന്റെ കാരണം എന്ന് പറയാമോ? എന്തായിരുന്നു അതിന്റെ കാരണം? അവന്റെ ചിന്തയിൽ യേശുവിനെ ഒരു പ്രവാചകനായി പോലും കാണാൻ അവന് കഴിയുന്നില്ല. ആ ചിന്തയ്ക്ക് മറുപടിയാണ് യേശു കൊടുത്തത്. നിനക്ക് അല്പമേ എന്നോട് സ്നേഹമുള്ളൂ, ഇവൾക്ക് എന്നോട് കൂടുതൽ സ്നേഹമുണ്ട്. 2, ഒരു യഹൂദന്റെ വീട്ടിൽ അതിഥികൾ വന്നാൽ കാല് കഴുകിയിട്ടാ സ്വീകരിക്കാം. യേശു കാണുന്നില്ലേ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നു? യഹൂദരുടെ സംസ്കാരമാണ്. യേശു ഇവിടെ വന്നപ്പോ അത് കഴുകിയിട്ടില്ല. സാരമില്ല, ഇവള് വന്ന് കണ്ണുനീര് കൊണ്ട് കഴുകി. പക്ഷെ ഇവന്റെ ചിന്ത എന്താണ്? ഇവനൊരു പ്രവാചകനെങ്കിലും ആയിരുന്നെങ്കിൽ ഇത് ആരെന്ന് മനസ്സിലാകില്ലായിരുന്നോ? അതിന് മറുപടിയാണ് യേശു കൊടുത്തത്. നിന്റെ ചിന്ത പോലും എനിക്ക് അറിയാൻ സാധിക്കും. ഞാൻ ആരെന്നാണ് നീ മനസ്സിലാക്കിയത്? സഹോദരങ്ങളെ, ഈ സ്ത്രീയോട് പറയുന്നു, നിന്റെ വിശ്വാസം നിന്നെ. അതെന്ത് വിശ്വാസ? അതെന്നാ വിശ്വാസ? സൗഖ്യം കിട്ടിയിട്ടില്ല, കണ്ണുനീര് കൊണ്ട് പാദം കഴുകിയ അവളെ ആ സമൂഹത്തിൽ വെച്ച് ഉയർത്തി കാണിക്കുകയാണ്. നീ ഇവളെ കാണുന്നില്ലേ? സമാധാനത്തോടെ പോവുക അവളോട് പറയുകയാണ്. നിന്റെ മുഴുവൻ പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. ഇതെന്നാ വിശ്വാസമാണ്? ഒന്ന് കണ്ടെത്തേണ്ടതാണ്. ഇതിന്റെ ആരംഭത്തിൽ കാണുന്നത്, 7-ാമത്തെ അധ്യായത്തിന്റെ ആരംഭത്തിൽ തന്നെ കാണുന്നത് ഒരു ശതാധിപൻ വൃത്തിന് സുഖമില്ലാത്തത് കൊണ്ട് ആളുകളെ പറഞ്ഞയച്ചിരിക്കുകയാണ്. അവര് വന്നിട്ട് പറയുന്നതിന് റെക്കമെൻഡേഷനാണ്. നമുക്കൊരു സിനഗോഗ് പണിയിച്ച് ഇവൻ തന്നിട്ടുണ്ട്. ഇതൊന്നും യഹൂദനല്ല, 5-ാമത്തെ ഒരു സിനഗോഗ് പണിയിച്ച് തന്നിട്ടുണ്ട്. പറഞ്ഞു പോവാം. വീടിന്റെ അടുത്തേക്ക് എത്താറായപ്പോൾ 6-ാമത്തെ വാക്യം ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. അവൻ വീടിനോട് അടുക്കാറായപ്പോൾ ആ ശതാധിപൻ തന്റെ സ്നേഹിതരിൽ ചിലരെ അയച്ച് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് ബുദ്ധിമുട്ടേണ്ട, അങ്ങ് എന്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. മതി, നിർത്താവോ? ഈ വീടിന്റെ അടുത്ത് എത്താറായപ്പോ ഈ ജോയിച്ചേട്ടൻ ഞങ്ങൾ വിളിച്ചിട്ട് ചോദിച്ചു, എവിടെ എത്താറായി? ഒരു കുറച്ചും കൂടി ഉള്ളു, 10 മിനിറ്റുള്ള. ഇനി മതി കേട്ടാ, ഇനി ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ അവിടെ വന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ മതി,
തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വരെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ ഇഷ്ടമുണ്ടാവോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഇവിടെ എന്താ ചെയ്തത്? വീടിന്റെ അടുത്തതായി ഈ പുള്ളിക്കാരൻ പറയാണ്, അല്ലല്ല ഇങ്ങോട്ട് വരണ്ട. ഈ കാനായിലെ കല്യാണത്തിന് വീഞ്ഞു തീർന്നു പോകാനുള്ള കാരണം അറിയാവോ? യേശു വന്നതാ. ഹല്ലേലൂയ. യേശു വന്നാൽ എന്തുണ്ടാകും? കൂടെ കുറെ ആളുകൾ കാണും. അപ്പൊ ഇതൊക്കെ കേട്ടോ മതി അവിടെ നിന്നാ മതി. ഒരു വാക്ക്, യേശുവിനെ പഠിക്കണം സഹോദരങ്ങളെ. ഇവിടെ കാണുകയാണ്, അവന്റെ അങ്ങനെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. അവന്റെ വിശ്വാസം, ഞാൻ അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നവരാ. ഒരുവനോട് വരാൻ പറഞ്ഞവർ പോകാൻ പറഞ്ഞ പോകും. അതുകൊണ്ട് നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എന്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. വീട്ടിലേക്ക് വരണ്ട എന്ന് പറഞ്ഞ നെഗറ്റീവ് യേശു കേൾക്കുന്ന പോലുമില്ല. എവിടെ എന്തൊക്കെ നെഗറ്റീവ് കണ്ടാലും നമ്മളത് കാണരുത്. ഹല്ലേലൂയ. അത് പറയരുത്. പോസിറ്റീവ് മാത്രമേ നമ്മൾ എടുക്കാവൂ. എവിടെ ആര് നമ്മളോട് എങ്ങനെ പെരുമാറിയാലും ആ മോശം കാര്യങ്ങൾ പറഞ്ഞു നടക്കരുത്. യേശു ആ സമൂഹത്തിന് മുമ്പിൽ വെച്ച് ഇത് കേട്ട് അവനെ പറ്റി വിസ്മയിച്ചു. ഹല്ലേലൂയ. തന്നെ അനുഗമിച്ചിരുന്ന ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇസ്രായേൽ പോലും ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഈ വിശ്വാസം എന്തിനുള്ള വിശ്വാസമാണ് ഒന്ന് പറയാവോ? ഒരുത്തിന് സൗഖ്യം കിട്ടിയതോടെ തീർന്നു. ഇവന് എന്നെ അറിയാം, യേശുവിന്റെ അധികാരം. ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ എത്ര വലിയ രോഗിയും സൗഖ്യപ്പെടുമെന്നുള്ള വിശ്വാസം ആർക്കുണ്ട്? ഈ ശതാധിപനുണ്ട്. അവനെന്റെ വീട്ടിൽ വരാൻ യോഗ്യതയില്ല, അതും അവനറിയാം. പക്ഷെ അവന് പാപമോചനം ആഗ്രഹമുണ്ടോ? അതോ അവന് പാപമോചനം ആഗ്രഹമുണ്ടോ? വൃത്തിന് സൗഖ്യം കിട്ടിയാൽ മാത്രം മതി. എന്നിട്ട് യേശു ചെയ്തത് കണ്ടോ? അവന്റെ വിശ്വാസത്തെ അങ്ങ് ഉയർത്തി കാണിച്ചു. നമ്മളും സഹോദരങ്ങളെ മറ്റുള്ളവരുടെ നന്മകൾ പറയാൻ പഠിക്കണം. കുറവുകൾ പറയുന്നവരായി മാറരുത്. നന്മ വിതയ്ക്കുന്നവരായിരിക്കണം. എന്ത് എവിടെ കാണുമ്പോഴും അതിൽ നന്മകൾ കണ്ടെത്താനായിട്ട് ഇന്ന് മുതലെങ്കിലും നമുക്ക് സാധിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു സ്ത്രീ 12 വർഷം രക്തസ്രാവം ബാധിച്ച് കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ തീർന്നു പോയി. അവള് യേശുവിന്റെ അടുക്കിലേക്ക് വരികയാണ്. അവളുടെ തീരുമാനം, വസ്ത്രത്തിന്റെ ഇളിമ്പിലൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടും. അന്ന് കാലത്ത് യഹൂദ നിയമം എന്താണെന്ന് അറിയാവോ? ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ സമൂഹത്തിലേക്ക് വരാൻ അനുവാദമില്ല. ആരെങ്കിലും തൊട്ടാൽ അവരെ കൂടെ അശുദ്ധമാകും. പക്ഷെ ഇവളോ 12 വർഷമായി കയ്യിലെ പണം മുഴുവൻ തീർന്നു പോയി. മാറി മാറി വൈദ്യന്മാരെ കണ്ടു. ആരൊക്കെ പണം കൊടുത്തു അതെല്ലാം മെഡിക്കൽ ഷോപ്പിലും ആശുപത്രിയിലും പോയി. അവൾക്ക് ഒരു ഗുണം ഉണ്ടായില്ല. പക്ഷെ അവൾ യേശുവിന്റെ അടുക്കിലേക്ക് വരാൻ ആരാണ് കാരണമെന്നറിയാവോ? ഹലോ, ഇവിടെ ഉണ്ടോ? അവൾ യേശുവിന്റെ അടുക്കിലേക്ക് വരാൻ ആരാണ് കാരണമെന്നറിയാവോ? യേശു സൗഖ്യം കൊടുക്കുമെന്ന് അവളോട് പറഞ്ഞത് ആരാണെന്നറിയാവോ? ഹലോ, അറിയാവോ? യേശു മടങ്ങി വരും പറയാം. പ്രൈസ് ദി ലോർഡ്. നമ്മളും ഇങ്ങനെ വാഹകനായി മാറണം. ഇന്ന് ആശുപത്രികളിൽ സ്ഥലവുമില്ല. അവൻ ഇന്ന് ജീവിക്കുന്നവനാണ്. അവൾ വസ്ത്രത്തിന്റെ എളിമ്പിൽ തൊട്ടു. യേശു അവിടെ നിന്നു ചുറ്റും നോക്കിക്കൊണ്ട് ചോദിക്കുക, ആരാണ് എന്നെ തൊട്ടത്? ശിഷ്യന്മാരുടെ മറുപടി, ജനം നിന്നെ തിക്കി തിരക്കി നടക്കുമ്പോൾ നീ എന്നാ ചോദിക്കുന്നത്? യേശു അത് ശ്രദ്ധിക്കുന്നില്ല. എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു. അവൻ ആ വ്യക്തിയെ കാണണം. അവള് ഭയന്ന് വിറച്ചവന്റെ മുമ്പിലേക്ക് വന്നു. എന്തിനാ ഭയന്നത്? യഹൂദ നിയമം തെറ്റിച്ചിട്ടായി വന്നിരിക്കുന്നതേ. അവളെല്ലാം തുറന്നു പറഞ്ഞു, ഇന്ന അവസ്ഥ മൂലമാണ് ഞാനിത് ചെയ്തത്. യേശുവിന്റെ മറുപടി, ധൈര്യമായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നിന്റെ വിശ്വാസം നിന്നെ സൗഖ്യം അതിനു മുമ്പ് കിട്ടി. അപ്പൊ ഇതെന്ത് രക്ഷയാണ്? ശ്രദ്ധിക്കണേ, ഇതെന്ത് രക്ഷയാണ്?
ഇവിടെയും വിശ്വാസമാണ്. സൗഖ്യം കിട്ടിക്കഴിഞ്ഞവളോട് പറയുകയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തിൽ പോവുക. Praise the Lord. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. നിങ്ങളോട് ഹല്ലേലൂയ. യേശുവിനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്നു, എന്തിന് വിശ്വസിക്കുന്നു? ഈ അല്പസമയം അതൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ശതാധിപന്റെ വിശ്വാസം എന്തായിരുന്നു? അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, വലിയ വിശ്വാസമാണ്. എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? ഭൃത്യന്റെ സൗഖ്യത്തോടുകൂടെ അവസാനിച്ചു. പക്ഷേ ഈ സ്ത്രീയുടെ അങ്ങനെയായിരുന്നില്ല. പരസ്യമായി അവൾ അവളുടെ അവസ്ഥകൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് സൗഖ്യവും കിട്ടി, രക്ഷയും കിട്ടി, സമാധാനവും കിട്ടി. Praise the Lord. Hallelujah. ലോകത്തിന്റെ മുമ്പിൽ വേശ്യയായിരുന്ന സ്ത്രീ, അവൾ ഇടിച്ചു കയറി വീട്ടിൽ വന്ന് കണ്ണുനീര് കൊണ്ട് പാദങ്ങൾ കഴുകി. യേശു അവളെ നോക്കി പറയുകയാണ്, നിന്റെ വിശ്വാസം. അതെന്ത് വിശ്വാസ? നിന്റെ പാപങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ. സഹോദരങ്ങളെ, പാപമോചനം തരാനാണ് അവൻ വന്നിരിക്കുന്നത്, ഈ ഭൂമിയിൽ വെച്ച്. ശ്രദ്ധിച്ചു കേൾക്കണേ. യേശു ജനിക്കും മുമ്പ് 400 വർഷത്തേക്ക് ഒരു പ്രവാചകനെ പോലും ദൈവം ഭൂമിയിലേക്ക് അയച്ചിരുന്നില്ല. പഠിക്കാൻ ആഗ്രഹിക്കും, ശ്രദ്ധിച്ചിരിക്കണ അല്പസമയം കൂടിയുള്ളൂ. ഒരു പ്രവാചകൻ പോലും വരാതിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ സമയത്താണ് ദൈവദൂതൻ കർത്താവിന്റെ അമ്മയായ മറിയത്തിന്റെ അടുക്കൽ വന്ന് പറയുന്നത്, നീ ഗർഭം ധരിച്ചൊരു ശിശുവിനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. അവന് പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. എന്ത് കൊടുക്കും? ദാവീദിന്റെ സിംഹാസനം. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറിയത്തിന്റെ ചോദ്യം, ഒരു പുരുഷൻ സ്പർശിക്കാതെ ഒരു സ്ത്രീക്ക് എങ്ങനെ ഗർഭിണിയാകാൻ സാധിക്കും? ഹല്ലേലൂയ. സംശയമാണോ? ഹലോ, സംശയമാണോ? അല്ല, അല്ല. ഒരറിവ് ചോദിക്കുകയാണ്. ഒരു പുരുഷൻ സ്പർശിക്കാതെ എങ്ങനെ ഒരു സ്ത്രീക്ക് ഗർഭിണിയാകാൻ സാധിക്കും? ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ദൈവശക്തി നിന്നിൽ ആവസിക്കും, നിനക്ക് ജനിക്കാൻ പോകുന്നത് പരിശുദ്ധനാണ്. കേട്ടോടനെ മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ. Praise the Lord. എനിക്ക് 2 പെൺകുട്ടികളാണ്. കോളേജിൽ നിന്ന് പഠിക്കാൻ പോയി വരുന്നൊരു കൊച്ച് എന്നോട് പറയാ, പപ്പാ, ഞാൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. ഞാൻ വചനപ്രഘോഷകനാണ്, 33 കൊല്ലമായിട്ട് കർത്താവിലേക്ക് വന്ന ആളാണ്. എന്താ നിങ്ങൾ ചിരിച്ച്? യേശുവിന് സംഭവിച്ചതില്ല മറിയത്തിന്, പക്ഷെ വചനപ്രഘോഷകന്റെ തനി സ്വഭാവം അപ്പോ ശ്രദ്ധിക്കണേ. കർത്താവിന്റെ അമ്മയായ മറിയത്തിന് ഒരാളോടും അനുവാദം ചോദിക്കണ്ടായിരുന്നു. ഞാൻ എന്റെ അപ്പനോട് അമ്മോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞില്ല. കല്യാണം കഴിക്കുന്ന ഒരാൾ റെഡി ആയിരിക്കുന്നു, അവരോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞില്ല. വചനം ആരുടെ അടുക്കിലേക്ക് വന്നുവോ അവൻ തന്നെ സമർപ്പിക്കണം. Praise the Lord. അതാണ് ലൂക്ക 1:45 പറയുന്നത്. കർത്താവ് അരുൾ ചെയ്തത് ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളും ഓർക്കണേ, ഇന്ന് കേൾക്കുന്ന വചനം എന്നോട് കർത്താവ് സംസാരിച്ചതാണ്. വിശ്വസിച്ചേറ്റെടുത്താൽ ആ വ്യക്തി ഭാഗ്യവാനും ഭാഗ്യവതിയുമായി മാറും. Praise the Lord. വീട്ടുകാരെന്ത് ചിന്തിക്കും? കെട്ടിയോന് ഇതൊന്നൊരു വിഷയമല്ലെന്നേ. അത് തിരിച്ചറിയണമെങ്കിലേ ശ്രദ്ധിക്കണേ, യേശു ആരെന്നറിയണം. ഈ 400 വർഷവും പ്രവാചകന്മാരെ അയക്കാതെ ഇവിടെ നിയമജ്ഞരും ഫരിസേയരും ഈ ജനത്തെ എല്ലാ സാപത്തിലും സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണേ. സിനഗോഗിലെ കുർബാന അല്ലെങ്കിൽ ബലി രാവിലെയാണോ വൈകിട്ടാണോ അറിയാവോ? അമ്മോട് പറഞ്ഞു, രാവിലെയാണോ വൈകിട്ടാണോ സിനഗോഗിലെ ബലി? സിനഗോഗില് ബലിയില്ല.
എറണാകുളത്തുണ്ട് സിനഗോഗ്, മാളയിലുണ്ട്, അതൊക്കെ ഇപ്പൊ പൂട്ടിപ്പോയി, സിമിത്തേരി മാത്രമേ ഉള്ളൂ. സിനഗോഗിൽ ബലിയർപ്പണമില്ല, സിനഗോഗിൽ വചനം പഠിപ്പിക്കലാണ്. ഹല്ലേലൂയ. വചനം വായിക്കലാണ്, വചനാനുഭവങ്ങൾ പങ്കുവെക്കലാണ്, പ്രാർത്ഥിക്കലാണ്, ദൈവത്തിന് നന്ദി പറയലാണ്. വർഷത്തിൽ 3 പ്രാവശ്യമെങ്കിലും എല്ലാ പുരുഷന്മാരും ദേവാലയത്തിൽ പോയി ബലിയർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒരു ബലിയർപ്പിക്കാൻ പോകുന്നതിന് വേണ്ടി 4 മാസം വചനം കേട്ടവര് ഒരുങ്ങണം. ഹല്ലേലൂയ. എന്ന് കത്തോലിക്കർക്ക് പറ്റിയിരിക്കുന്നത് ഞങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ടോ. ഈ പഠിപ്പിക്കലില്ലാത്തതാണ് ഇതിന്റെ അപകടം. പ്രൈസ് ദി ലോർഡ്. ഇതാണ് നടന്നുകൊണ്ടിരുന്നത്. ഇത് ചെയ്തിരുന്നവരുണ്ട്. ഈ സമയത്താണ് മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 1-ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. ഹെറോദോസ് രാജാവിന്റെ കാലത്ത് യൂദയായിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് ജെറുസലേമിലെത്തി. ഹല്ലേലൂയ. അവർ അന്വേഷിച്ചു എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ. എന്താ ചോദ്യം കേട്ടോ? എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? പ്രൈസ് ദി ലോർഡ്. ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു കുഞ്ഞ് രാജാവായി ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു കുഞ്ഞ് രാജാവായി ജനിച്ചിരിക്കുന്നു. അവന്റെ ജനനത്തിലൂടെ ഭൂമിയുടെ ചരിത്രം 2ആയി മുറിച്ചു മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹിന്ദു ഭക്ത സംഘടനയാണ്. അവര് എന്തതിശയമേ ദൈവത്തിന് സ്നേഹം എന്നൊക്കെ ഒരു പാട്ട് പാടി കുറേ പേര്, ഞാൻ ട്രിവാൻഡ്രം പോവാണ്, ആ ട്രെയിനിൽ ഇരുന്നിട്ട് ഇങ്ങനെ പാടുമ്പോൾ ഇത് കണ്ട നമ്മുടെ കൂട്ടല്ലേ. അപ്പൊ ഞാനവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ നേരെ ചെന്നൊന്ന് നോക്കി വല്ല പരിചയക്കാരുണ്ടോ എന്ന്. പെട്ടെന്ന് അതിൽ നിന്ന് 2 പേര് എണീറ്റ് വന്നു. എനിക്ക് പരിചയമില്ല. അപ്പൊ ഞാൻ ഇവിടെ വന്നില്ല. 2 പേര് എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്തേ നോക്കിയിട്ട് തിരിച്ചു പോയത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടണം. അപ്പോൾ ഏതൊരു, ഞാൻ പേരൊന്നും പറയുന്നില്ല, ആ ഒരു ആളുടെ കൂട്ടായ്മയാണ്. എന്നിട്ട് എന്നോട് പറയാൻ തുടങ്ങി, ഈ കാലഘട്ടത്തിലെ പ്രവാചകനാണ്, ഈ കാലഘട്ടത്തിലെ ദൈവത്തിന്റെ അവതാരമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ മനുഷ്യൻ ഇനി മരിച്ചാൽ എങ്ങോട്ടാ പോവാന്ന് ചോദിച്ചു. അല്ല, മരിച്ചു കഴിഞ്ഞത്തെ കാര്യം ഇവിടെ, ഇപ്പൊ സന്തോഷമായിട്ട് ജീവിക്കാൻ. അല്ല, ഒരു ഗുരു ആണെങ്കിൽ ആ ഗുരു മരണശേഷവും കൂടെ എന്ത് സംഭവിക്കണമെന്ന് പറയാൻ സാധിക്കും. ഉടനെ പുള്ളിക്കാരനോട് പറയാം, ക്രിസ്ത്യാനിയാവൂ അല്ലേ? ഞാൻ പറഞ്ഞു, എന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ കാരണം? അല്ല, നിങ്ങൾ ഈ മരണശേഷമുള്ള കാര്യങ്ങൾ പറയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്ത്യാനിക്ക് മരണമില്ല. കേട്ടപ്പോഴേക്കും ചോദിക്കും, നിങ്ങൾ ക്രിസ്ത്യാനിയാവൂ അല്ലേ? ഞാൻ പിന്നെ അങ്ങ് ക്രിസ്തുവിന് പറയാൻ തുടങ്ങി. ഈ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കില്ല. എന്നിട്ടൊരു കാർഡ് എടുത്തു തന്നു, എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ കൂട്ടായ്മയിൽ ചേരാം. കാർഡ് നോക്കിയപ്പോ ഹൈക്കോടതി അഡ്വക്കേറ്റ് ആണ്. ഹൈക്കോടതി അഡ്വക്കേറ്റിന്റെ കാർഡാണ്. ഞാൻ പറഞ്ഞു, എന്റെ വക്കീലേ, ഞാനൊരു കാര്യം പറയട്ടെ, യേശുവിനെ നിങ്ങൾ വിശ്വസിച്ചാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, ഒരു ചെക്ക് എഴുതി ബാങ്കിൽ കൊടുക്കണമെങ്കിലേ ക്രിസ്തു ജനിച്ചിട്ട് 2026 വർഷമായി എന്ന് എഴുതാതെ ചെക്ക് പാസ്സാകത്തില്ല. മനസ്സിലായോ പറഞ്ഞതിന്റെ അർത്ഥം? ഭൂമിയുടെ ചരിത്രത്തെ അവൻ 2ആയി മുറിച്ചു. Who is he? ഇത് അന്വേഷിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും ചുമതലയാണ്. ഇത് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഈ 3 രാജാക്കന്മാരെ ഹെറോദോസിലേക്ക് എത്തിച്ചത്. അവനോട് ചോദിക്കുകയാണ്, ഈ രാജാവായി ജനിച്ചവൻ എവിടെ? അവൻ കിടുങ്ങിപ്പോയി. അവൻ പറയാണ്, ഞങ്ങൾ നക്ഷത്രം കണ്ട് തിരിച്ചു വന്നതാണ്. ശ്രദ്ധിച്ചു കേൾക്കണേ. 2-ാമത്തെ വാക്യാണ്, സഹായിക്കാവോ? ഞങ്ങൾ കിഴക്ക്, വായിക്കാവോ? ഏത് നക്ഷത്രം? നക്ഷത്രം കണ്ടല്ല, നക്ഷത്രം അവന്റെ നക്ഷത്രം. പ്രൈസ് ദി ലോർഡ്. എന്നായി പറയുന്നേ, അവൻ രാജാവായി ജനിച്ചപ്പോൾ അവന്റെ നക്ഷത്രം വഴി കാണിക്കുകയാണ്. അവൻ ആരാണ് സഹോദരങ്ങളെ? അവന്റെ നക്ഷത്രം കണ്ട് എന്തിനാണെന്ന് അറിയാവോ? അവനെ ആരാധിക്കാൻ. ഹല്ലേലൂയ.
അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട് ഹെരോദോസ് രാജാവ് അസ്വസ്ഥനായി. അവനോടൊപ്പം അതിങ്ങനെ ജെറുസലേം മുഴുവൻ അസ്വസ്ഥനാകുന്നത് തൊട്ട് താഴെ പറയുകയാണ്. അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിന്റെ ഇടയിലെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു. മതി, ശ്രദ്ധിച്ചു കേൾക്കണേ. ഇന്നത്തെ പോലെ ഈ ടാബൊന്നുമില്ലേ, സെർച്ച് ചെയ്യാൻ പറ്റില്ല, ഗൂഗിളില്ല, അന്ന് കടലാസും പേപ്പറും ഇല്ല. ഈ 2000 കൊല്ലം മുമ്പ് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് തൊകലുകളിലാണ്. എല്ലാ പ്രവാചക പുസ്തകങ്ങളും എടുത്തു കൊണ്ടുവരാന്ന് പറഞ്ഞ എളുപ്പമുള്ള കാര്യമല്ല. ജെറുസലേമിലുള്ള എല്ലാ നിയമജ്ഞരും എല്ലാ പുരോഹിതരും ഒറ്റ തപ്പൽ ഇത് എവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? പരക്കം വായിക്കുകയാണ്. കാരണം ആരുടെ കൽപ്പനയാണ്? രാജാവിന്റെ കൽപ്പനയാണ്. അസ്വസ്ഥനായി. 1 മണി കണ്ടെത്തിയില്ലേ, ഉറക്കമില്ല, ഓട്ടമാണ്. ജെറുസലേം മുഴുവൻ ബഹളം. എന്തിനാണെന്നറിയാവോ? നിങ്ങൾ 600-700 വർഷം മുമ്പ് പ്രവാചകന്മാർ എഴുതി വെച്ചിരിക്കുന്നു, അവൻ ജനിക്കും, അവൻ ജനിച്ചു എന്ന് ഇവരെ മുഴുവൻ ദൈവം ബോധ്യപ്പെടുത്തുകയായിരുന്നു. അവര് കണ്ടെത്തി. അടുത്ത വാക്യം പറയുകയാണ്, ബത്ലഹേമിൽ പ്രവാചകൻ എഴുതി വച്ചിരിക്കുന്നു, യൂദയായിലെ ബത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല, എന്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക. ഇത് രാജാവിനെ അറിയിച്ചത് ആരാണ്? പുരോഹിതന്മാരും നിയമജ്ഞരും. അതോടെ അവരതങ്ങ് മറന്നു. താഴെ എഴുതിയിരിക്കുകയാണ്, അവർ ജ്ഞാനികളോട് പറഞ്ഞു, നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന് എന്നെയും ഈ വിവരം അറിയിക്കണം, എനിക്കും പോയി ആരാധിക്കണം. ശ്രദ്ധിക്കണേ, 11-ാമത്തെ വാക്യം പറയുന്നു, ഈ 3 പേര് വീണ്ടും നക്ഷത്രം കൊണ്ടുപോയി ആ ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കാണുകയും അവരെ എന്നാണോ? അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. ഹല്ലേലൂയ. പൊന്ന് രാജാവിനെ കാണിക്കുന്നതാണ്, മീറ പ്രവാചകനെ കാണിക്കുന്നതാണ്, കുന്തിരിക്കം പുരോഹിതനെ കാണിക്കുന്നതാണ്. സഹോദരങ്ങളെ, യേശു ക്രിസ്തു രാജാവായി ജനിച്ചവനാണ്. തൊട്ട് താഴെ നമ്മൾ പിന്നെ കാണുന്നത് എന്താണെന്നറിയാവോ? കണ്ടു കഴിഞ്ഞ ഉടനെ ദൂതൻ പറഞ്ഞു, ഇനി വന്ന വഴിയിലൂടെ പോകരുത്. എന്നത് മനസ്സിലായോ? വന്ന വഴിയിലൂടെ ഇനി പോകരുത്. ഇന്ന് എന്നോട് നിങ്ങളോട് എന്താ പറയണെന്നറിയാവോ? സത്യം അറിഞ്ഞാൽ പഴയ വഴി ഉപേക്ഷിക്കുക, പഴയ കൂട്ടുകെട്ടുകളെ ഉപേക്ഷിക്കുക. കുറച്ചൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഞങ്ങൾ ഈ മദ്യപാനികളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ ദിവസം വഴിയില് ഉടുതുണി പോലും ഇല്ലാതെ കിടന്ന് അത്രയും മദ്യപാനിയായ ഒരു ചെറുപ്പക്കാരൻ. അവൻ വചനം കേട്ട് മാനസാന്തരത്തിലേക്ക് കടന്നു വന്ന് കുടിയൊക്കെ നിർത്തി ആളുകളെ കൊണ്ടുവരാൻ തുടങ്ങി. അവൻ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുകയാണ്. അവൻ്റെ കൂട്ടുകാരെല്ലാവരും പറഞ്ഞിടാ, നമ്മൾ 1 കൊല്ലമായിട്ട് പിരിച്ചുകൊണ്ടിരുന്ന ആ പൈസയുണ്ടല്ലോ ടൂറ് പോകാൻ, ഞങ്ങളുടെ കൂടെ വരണം. എവിടേക്ക് വരണം? അവിടെ ഞാൻ കുടിക്കില്ലടാ, നീ കുടിക്കണ്ട, വെറുതെ ഒന്ന് വന്നുകൂടെ? പോയി ഇവര് കുടിക്കുന്നതിനിടയിൽ കൂടെ അവർ സ്വല്പം പേര് കഴിച്ചാൽ കുഴപ്പമുണ്ടോ? പഴയ കൂട്ടുകെട്ട് നമ്മളെ വഴിതെറ്റിക്കുന്നതാണ്. കണ്ടെത്തിയാൽ വഴിമാറുക, ക്രിസ്തുവിന്റെ വഴിയിലേക്ക് സഞ്ചരിക്കുക. അവര് തിരിച്ചു വരാത്തത് കൊണ്ട് ശ്രദ്ധിക്കണേ, ഹെറോദോസ് അസ്വസ്ഥനായി. അവരെന്നെ കബളിപ്പിച്ചു. അവന്റെ ദേഷ്യവും കോപവും എന്ത് ചെയ്തു എന്നറിയാവോ? അവനൊന്ന് കണക്ക് കൂട്ടി നോക്കി. എങ്ങനെ കണക്ക് കൂട്ടി നോക്കിയാലും ഒരു 5-8 മാസമാണ് കൂടി വന്നാൽ സംഭവിച്ചിട്ടുണ്ടാവുള്ളൂ. അവൻ തീരുമാനിച്ചു, 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും, കുടിൽ മുതൽ കൊട്ടാരം വരെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയാൻ. ആ രാജ്യം മുഴുവൻ ഇളകി മറഞ്ഞു. അന്വേഷിക്കാൻ എന്താണ് സംഭവം?
രാജാവായി ദൈവം ഒരു ശിശുവിനെ ജനിപ്പിച്ചിരിക്കുന്നു, അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഹെറോദോസ് കൽപ്പന പുറപ്പെടുവിച്ചതാണ്. ഈ വാർത്ത യഹൂദർ പറഞ്ഞു. ഹലോ, പറഞ്ഞു? എല്ലാവരും പറഞ്ഞു. സഹോദരങ്ങളെ, എല്ലാവരും പറഞ്ഞു. 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരോട് അവൻ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവർക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. ഇവന്റെ ഉത്തരം കേട്ടവർ അത്ഭുതപ്പെട്ടു. അവർക്ക് വീണ്ടും അവസരം കൊടുക്കുകയാണ്. അവനെ കൊന്നു കളഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അവനെ കൊന്നു കളയാൻ സാധ്യമല്ല. സഹോദരങ്ങളെ, വീണ്ടും ജനിക്കുന്ന ഒരുവനെ കുറിച്ച് ദൈവത്തിന്റെ കരുതൽ ചെറുതല്ല, വലുതാണ്. 30-ാമത്തെ വയസ്സ് മുതൽ ഈ രാജാവ് പുറത്തിറങ്ങുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണേ. ഈ രാജാവിന്റെ അടുക്കൽ വരുന്ന ആരുടെ ആവശ്യവും അവൻ നിവർത്തിച്ചു കൊടുക്കും. ഹല്ലേലൂയ. കുഷ്ഠരോഗി പറഞ്ഞു, നിനക്കെന്നെ എനിക്ക് മനസ്സുണ്ട്. ഒരു അന്ധയാചകൻ വിളിക്കുകയാണ്, ദാവീദിന്റെ പുത്രാ, അവിടെ നിന്നു. എന്താ നിന്റെ ആവശ്യം? എനിക്ക് കാഴ്ച. ഈ രാജാവ് നോക്കുക, ആരുടെ വിളിക്ക് മുമ്പിലും നിൽക്കും. ഹല്ലേലൂയ. ഈ രാജാവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. സഹോദരങ്ങളെ, തളർവാദ രോഗി ഒരൊറ്റ വാക്കുകൊണ്ട് എഴുന്നേറ്റ് നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രാജാവിന് നമ്മുടെ ശരീരത്തിൽ എന്ത് രോഗമുണ്ടോ ഒരു നിമിഷം വേണ്ട, ഒരു വാക്കുകൊണ്ട് സൗഖ്യപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. രാജാവിന്റെ അധികാരം കാണിച്ചു കൊടുക്കുകയാണ്. ശ്രദ്ധിക്കണേ, ഒരു വിധവ മരിച്ച മകൻ അടക്കാൻ കൊണ്ടുപോവുകയാണ്. യേശുവിന്റെ കണ്ണിൽ പെട്ടു. ഹല്ലേലൂയ. യേശുവിന്റെ കണ്ണിൽ പെട്ടാൽ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. അമ്മയുടെ വിധവയുടെ കണ്ണുനീര് കണ്ടു. നമ്മളാണെങ്കിലോ, സാരമില്ല സാരമില്ല, അവനും മരിക്കും ഞങ്ങളും മരിക്കും, ഇതാണ് നമ്മുടെ ആശ്വാസം. യേശു അതല്ല. ആ കണ്ണുനീരിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ശവമഞ്ചത്തിൽ തൊട്ടു. അവർ ഉടനെ ഡെഡ് ബോഡി താഴെ വെച്ചു. കർത്താവ് അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. ജീവനുള്ളവനായ അമ്മയ്ക്ക് തിരിച്ചു കൊടുത്തു. ഈ രാജാവിന് മരണത്തിന്റെ മേൽ അധികാരമുണ്ട്. ഹല്ലേലൂയ. ലാസറിനെ പേര് വിളിച്ചു. അവൻ കല്ലറയിൽ നിന്ന് ജീവനോടെ വന്നു. ഹല്ലേലൂയ. ആരോഗ്യമുള്ളവനായി സൗഖ്യപ്പെട്ടുകൊണ്ട് അവൻ പുറത്തേക്ക് വന്നു. ഈ രാജാവിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ. ശിഷ്യന്മാർ വഞ്ചിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. അവൻ സുഖമായി കിടന്നുറങ്ങുകയാണ്. അവര് വന്നു, കർത്താവേ നീ കാണുന്നില്ലേ ഞങ്ങള് നശിക്കുന്നു. യേശു എവിടെയുണ്ട്? ആ വഞ്ചിയിലുണ്ട്. അവൻ എഴുന്നേറ്റു, ശാസിച്ചു. പത്രോസിനെയാണോ അതോ യോഹന്നാനെയാണോ? കൊടുങ്കാറ്റിനെ അടങ്ങി ശാന്തമായി അവർ ചോദിക്കുകയാണ്, ഇവൻ ആരാണ്? ഹല്ലേലൂയ. ഭൂതഗ്രസ്തർ അവന്റെ അടുക്കലേക്ക് വരുമ്പോൾ കാൽക്കൽ വീണ് പറയുകയാണ്, അത്യുന്നതനായ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, ഞങ്ങളെ പീഡിപ്പിക്കരുതേ. ഹല്ലേലൂയ. പിശാചുക്കൾ അവന്റെ മുമ്പിൽ യാചിക്കുകയാണ്. പുറത്താക്കുകയാണെങ്കിൽ ആ പന്നിയിലേക്കെങ്കിലും പോകാൻ ഒന്ന് അനുവദിക്കണമേ. ഇവന്റെ അനുവാദമില്ലാതെ ഒരു പന്നിയിൽ പോലും കയറാൻ സാധിക്കില്ല സഹോദരങ്ങളെ. ഹല്ലേലൂയ. രാജാവിനെ മനസ്സിലാക്കണം. ഒരിക്കൽ ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, ചേട്ടാ നിർത്ത്. എന്താ പറ്റിയത്? പന്നിയിൽ കയറാൻ അനുവാദം വേണം, പക്ഷെ ഈ മനുഷ്യനിൽ കയറാനോ? ഹലോ, ശരിയല്ലേ? ചോദ്യം കറക്റ്റ് അല്ലേ? പന്നിയിൽ കയറാൻ അനുവാദം വേണം, പക്ഷെ ഈ മനുഷ്യനിലോ? ശരിയല്ലേ ചോദ്യം? ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങൾ പോയിട്ട് ഒരാളെ വഴിന്ന് തല്ലി അടിച്ച് തല പൊളിച്ച് അവിടെ ഇട്ടു. പോലീസ് നിങ്ങൾ അറസ്റ്റ് ചെയ്യാനായിട്ട് മന്ത്രിയുടെ അനുവാദം വേണോ? നിയമം തെറ്റിച്ചാൽ പോലീസിന് അറസ്റ്റ് ചെയ്യാം. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ രാജാവ് നിയമം തന്നിട്ടുണ്ട്. ഭരണം എന്ന് പറയുന്നത് നിയമത്തിലൂടെയാണ്. പത്രം വായിക്കുന്നവർക്ക് അറിയാൻ പറ്റും, എങ്കിലും അല്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു, തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ഒരു നിയമം കൊണ്ടുവന്നു. ജയിലിലേക്ക് പോകുന്ന മെനു ഇനി സ്കൂളിലേക്ക് പോകട്ടെ.
സ്കൂളിലേക്ക് പോകുന്ന മെനു കഞ്ഞിപ്പയറ, അതിന് ജയിലിലേക്ക് പോകട്ടെ. ഹല്ലേലൂയ. പത്രക്ക ഇത് എന്നാ ഈ പറയണേ? അല്ലെ, ജയിലിൽ കിടക്കുന്നവരെ ഈ ലോകത്തിലെ മനുഷ്യരെ ദ്രോഹിച്ച് ശിക്ഷയ്ക്ക് കിടക്കുക. അവരുടെ വിശപ്പ് മാറിയാൽ മതി. സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ നാളത്തെ തലമുറയാണ്. അവർക്ക് പ്രോട്ടീനുള്ള ഭക്ഷണം കിട്ടണം. 4 ദിവസവും നോൺ വെജ് ആണ്. അതിന് അവർക്കല്ല, കള്ളന്മാരെ വളർത്താനല്ല ഞാൻ ഈ ഭരണം ഏറ്റെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഭരണം എന്ന് പറയുന്നത് നിയമം കൊണ്ടുവരലാണ് സഹോദരങ്ങളെ. ഈ രാജാവ് നിയമം കൊണ്ടുവന്നു, അപ്ഡേറ്റ് ചെയ്തു. ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവന് ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു. ഹല്ലേലൂയ. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. അവന്റെ നിയമം 2000 വർഷമായി അപ്ഡേറ്റ് ചെയ്തു. ഹല്ലേലൂയ. നീതിയോട് ഭരിക്കുന്നവനാണ്. ആർക്കും അവന്റെ അടുക്കലേക്ക് വരാം. 10 പൈസ അവൻ ചോദിക്കത്തില്ല. വചനം കേൾക്കുന്നവർക്ക് വിശന്നു, അവൻ 5 അപ്പം 5000 പേർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഈ രാജാവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച വീണ്ടും തമിഴ്നാട്ടില് ആശുപത്രിക്കാരൊക്കെ പേടിച്ചു വിറച്ചിരിക്കുക. എന്താ കാരണം എന്നറിയാവോ? വീണ്ടും ആ പുള്ളിയൊരു നിയമം കൊണ്ടുപോകും. നിങ്ങൾ രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകും, മരുന്നൊക്കെ മേടിക്കേണ്ടി വരും, കുറച്ച് പൈസയൊക്കെ കൊടുക്കേണ്ടി വരും. പക്ഷേ രോഗി മരിച്ചു കഴിഞ്ഞാൽ ഇനി 10 പൈസ നിങ്ങൾ ബില്ലടക്കേണ്ട. ഹല്ലേലൂയ. ഡെഡ് ബോഡി വിട്ടു തന്നില്ലെങ്കിൽ എന്റെ ഓഫീസിൽ ഒന്ന് അറിയിച്ചാൽ മതി. ആ ആശുപത്രിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ജനത്തിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണോ? അല്ലേ? ഇത് 10 ലക്ഷം മരിച്ചിട്ട് ബില്ലടയ്ക്കണം. നിയമമാണ് കൊണ്ടുവരുന്നത്. അവര് ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഈ നിയമം സഹോദരങ്ങളെ തെറ്റിക്കുമ്പോഴാണ് പിശാച് നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു പറഞ്ഞു, ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് ആരുടെ മാതാപിതാക്കളായിട്ടാണ് നമുക്ക് ഒരു പിടിയില്ല. പിടിയുണ്ടാവും. നിങ്ങൾ തെരഞ്ഞെടുത്തതാണോ ക്രിസ്ത്യാനി കുടുംബത്തിൽ വേണമെന്ന്? ഈ അപ്പനും അമ്മയും വേണം നിർബന്ധിച്ചതാണോ? നമുക്കറിയില്ലെന്നേ. ഭൂമിയിൽ നിന്ന് കടന്നു പോകും മുമ്പ് പ്രിയപ്പെട്ടവരെ, 2 പിതാവാണ് മുമ്പിൽ നിൽക്കുന്നത്. അത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. യോഹന്നാൻ 8:44 പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. പിശാചു നുണയനും നുണയുടെ പിതാവുമാണ്. ഏത് പിതാവിനെയാണ് നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്നത്? നുണ പറയുമ്പോൾ പിശാച് അപ്പവനിൽ കയറി. അവൻ ആരുമായിക്കൊള്ളട്ടെ. യേശു സത്യം മാത്രം പറയുന്നവനാണ്. ദൈവത്തിന്റെ വഴി മുഖം നോട്ടമില്ലാതെ സത്യം പഠിപ്പിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ നിന്ന് എന്നാണ് നമ്മൾ കടന്നു പോവുക നമുക്കറിയില്ല. ഏത് പിതാവിന്റെ കൂടെയാണ് പോകുന്നത്? ഉറപ്പുവരുത്തണേ. അത് ഈ ജീവിതമാണ് ഉറപ്പുവരുത്തുന്നത്. ഈ ജീവിതത്തിലൂടെ മാത്രമേ ഉറപ്പുവരുത്താൻ സാധിക്കൂ. ആവശ്യക്കാരെ കുറിച്ചിട്ട് പഠിക്കണേ. യൂദാസിന്റെ ലേഖനം 1 അധ്യായമേ ഉള്ളൂ. അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ മോശ മരിച്ചതിന് ശേഷം അവിടെ പറയുകയാണ്, ദൈവം മിഖായേൽ ദൂതനെ അയച്ചു. അവിടെ പിശാച് നിന്നുകൊണ്ട് പറയുകയാണ്, this body belongs to me. Hallelujah. ഈ ശരീരം കൊണ്ടൊരു കൊലപാതകം ചെയ്തിട്ടുണ്ട്. ഇത് ദൈവകൽപ്പന ലംഘിച്ചതാണ്. സഹോദരങ്ങളെ, മരിച്ചു കഴിഞ്ഞാൽ ആര് നിന്റെ ബോഡി കൊണ്ടുപോകുമെന്ന് തീരുമാനിക്കുന്നത് ഈ ലോക ജീവിതത്തിൽ വെച്ചാണ്. ഹല്ലേലൂയ. ധനവാന്റെയും ലാസറിന്റെയും ഉപമ ലൂക്കാട് സുവിശേഷത്തിൽ പറഞ്ഞപ്പോൾ 2 പേര് മരിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് ധനവാനും ലാസറും. ധനവാന്റെ പേരില്ല, അവൻ മരിച്ചു, ദൈവം ദൂതനെ അയച്ചില്ല. ലാസർ ശരീരത്തിൽ വ്രണങ്ങൾ ബാധിച്ച് നായ്ക്കൾ നക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ പേര് എഴുതിയിരിക്കുന്നു. മരിച്ചു, ദൈവദൂതന്മാർ വന്നവനെ അബ്രാഹത്തിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഏത് മതത്തിലായാലും ഏത് ഡിനോമിനേഷനിലായാലും എന്ത് ജോലി ചെയ്യുന്നവരായിരുന്നാലും മരിച്ചു കഴിഞ്ഞാൽ ഏത് അപ്പന്റെ കൂടെയാണ് പോകേണ്ടതെന്ന് ഇന്ന് തീരുമാനിക്കണം. ഹല്ലേലൂയ. അവിടെ നമ്മളെ സഹായിക്കാൻ ആരുമില്ല സഹോദരങ്ങളെ. യേശു
ഈ ലോകത്തിലേക്ക് വന്ന രാജാവ്. അവൻ മടങ്ങി വരും. അവൻ മടങ്ങി വരാൻ പോകുന്നത് എന്തിനാണെന്ന് ഇപ്പൊ പറഞ്ഞ് നമ്മൾ ഒരിക്കലും എത്തില്ല. അതുകൊണ്ട് ചുരുക്കത്തിൽ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, അവൻ മരിച്ചു പോകുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പീലാത്തോസ് അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണോ? ഹല്ലേലൂയ. അവന്റെ അതരത്തിലൂടെ പ്രഖ്യാപിച്ചു, നിങ്ങളുടെ രാജാവ്. ഹല്ലേലൂയ. അവൻ പറഞ്ഞു, അവൻ ഞങ്ങളുടെ രാജാവല്ല, അവൻ ഞങ്ങളുടെ രാജാവല്ല, ഞങ്ങളുടെ രാജാവ് സീസറാണ്. ഇന്നും ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറ്റപ്പെടുത്താനല്ല, തിരിച്ചറിയാൻ വേണ്ടി പറയുകയാണ്. സഭയോട് പറഞ്ഞു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ലോകത്തിന്റെ കോടതിയിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങൾ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഒരു ശ്രേഷ്ഠന്റെ മുമ്പിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുണ്ടാകട്ടെ. കോടതികളിൽ കേസ് നടക്കുമ്പോൾ അതേ അവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നമ്മിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിക്കണം. വീണ്ടും അതിന്റെ 19-ാമത്തെ വാക്യം, യോഹന്നാൻ 19-ന്റെ 19-ാമത്തെ വാക്യത്തിൽ പീലാത്തോസ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ശീർഷം എഴുതി വെച്ചു. എന്താണ് എഴുതിയിരിക്കുന്നതെന്നറിയാമോ? ഞാനൊന്ന് വായിക്കുകയാണ്, ഇംഗ്ലീഷിൽ വായിക്കാൻ ഇച്ചിരി ഇഷ്ടമാണ്. ജീസസ് ദ നസ്രായൻ, the king of the Jews. Hallelujah. ലോകം മുഴുവന്റെയും അല്ല, ജ്യൂസിന്റെ രാജാവ്. Hallelujah. ജ്യൂസിന്റെ രാജാവ്. ശ്രദ്ധിക്കണേ, അവൻ ജനിച്ചപ്പോൾ പറയുകയാണ്, ലൂക്ക 2:10, സകല ജനത്തിനുമുള്ള രക്ഷയുടെ സദ്വാർത്ത. ഹല്ലേലൂയ. ആർക്കുള്ളതാണ്? സകല ജനത്തിനും. യഹൂദന് അവന് വേണ്ട, സകല ജനത്തിനും വേണ്ടി തുറന്നു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. സകല ജനത്തിനും വേണ്ടി. ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറഞ്ഞു എന്താണെന്നറിയാമോ? The kingdom of God is at hand. The kingdom of God. ദൈവത്തിന്റെ രാജാവിന്റെ ഭരണകൂടം. ഹല്ലേലൂയ. ദൈവത്തിന്റെ രാജാവ്, കിങ്ഡമാണ്. അവിടെ കിങ് ഉണ്ട്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പല്ല, കിങ് ഉണ്ട്. അവന്റെ കിങ്ഡം, അവന്റെ ഭരണകൂടം അറ്റ് ഹാൻഡ്, കയ്യിലെത്തിയിരിക്കുന്നു. വേണമെങ്കിൽ പിടിച്ചോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ രാജാവിനെ വിളിക്കുകയാണ്, ഫോളോ മീ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭരണകൂടത്തിലേക്ക് വിളിക്കുകയാണ്. അവന്റെ ഭരണകൂടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, പിന്നെ അത് എന്നും ഭരണകൂടത്തിലായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, വെളിപാട് പുസ്തകം 19 പറയുകയാണ്, വായിക്കണമെന്നില്ല, കുഞ്ഞാടിന്റെ വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. ആരാണ് ഭാഗ്യവാന്മാർ? അവൻ മടങ്ങി വരുന്നത് കുഞ്ഞാടിന്റെ വിവാഹ വിരുന്നിനാണ്. പ്രൈസ് ദി ലോർഡ്. യഹൂദരുടെ രാജാവിന്റെ വിവാഹം നടക്കുകയാണ്. ആ വിവാഹത്തില് വരന്റെ ആളുകളുണ്ടാകും, വധുവിന്റെ ആളുകളുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഈ വധുവിനെ തെരഞ്ഞെടുക്കുന്നത് ഭൂമിയിൽ നിന്നാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, മത്തായി 32 പറയുകയാണ്, എന്നെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞാൽ നിന്റെ പേര് ഞാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഏറ്റുപറയും. ഹല്ലേലൂയ. സുവിശേഷവുമായി ഇറങ്ങാൻ കിട്ടുന്ന അവസരം കളയരുതേ, കളയരുതേ. ഹല്ലേലൂയ. ഏതെങ്കിലും രീതിയിൽ ശുശ്രൂഷയിലേക്ക് വന്നില്ലെങ്കിൽ പള്ളി പണിതവരെ കർത്താവിന് വേണ്ട. കാരണം എന്താണെന്നറിയാവോ? അത് ഭൂമി കുലുങ്ങുമ്പോൾ തകർന്നു പോകുന്ന സാധനമല്ലേ. കർത്താവിന്റെ ശ്രദ്ധ ആരുടെ കാര്യത്തിലാണ്? മനുഷ്യരുടെ കാര്യത്തിൽ. മനുഷ്യന്റെ ഉള്ളിൽ പള്ളി പണിയണം. ഹല്ലേലൂയ. മനുഷ്യന്റെ ഉള്ളിൽ പള്ളി പണിയണം. അങ്ങനെ മാനസാന്തരപ്പെടുന്ന ഒരുവന് ദൈവം കൊടുക്കുന്ന പ്രാധാന്യം എത്രമാത്രമാണെന്ന് മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗത്തിൽ വലിയവൻ ആരാണ്? എവിടെയാണ്? ഒരു ശിശുവിനെ വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. മാനസാന്തരപ്പെട്ടാൽ പോരാ, ഇനി എങ്ങനെയാകണം? ശിശുക്കളെ പോലെ. ഹല്ലേലൂയ. ഈ ശിശുവിനെ പോലെ എന്നിട്ട് വീണ്ടും പറയുകയാണ്,
സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ശ്രദ്ധിച്ച് കേൾക്കണേ, ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാവുക. മനസാന്തരപ്പെട്ട വ്യക്തിയുടെ അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ ചെറുതാക്കുക, ഈ ഭൂമിയിൽ ചെറുതാക്കുക. എത്രമാത്രം ചെറുതാകാവോ. ഭർത്താവിന് ഭാര്യയുടെ മുമ്പിൽ ചെറുതാകാം, ഭാര്യയ്ക്ക് ഭർത്താവിന് മുമ്പിൽ ചെറുതാകാം. സഹോദരങ്ങൾക്ക് ചെറുതാകാൻ മടിക്കരുതേ. ഹല്ലേലൂയ. ചെറുതാകാൻ പഠിപ്പിച്ചവനാണ് നമ്മുടെ ഗുരു, അതുകൊണ്ട് മറക്കരുതേ. എന്നിട്ട് പറയുകയാണ് 5, ഇതുപോലുള്ള ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഇനി 6ാമത്തെ വാക്യം നോക്കിയേ, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവൻ. ശ്രദ്ധിച്ചു കേൾക്കണേ, ആരാണ് ചെറിയവൻ എന്ന് വ്യക്തമാണ്. നമ്മൾ പലപ്പോഴും പറയും വഴിയോരത്ത് കിടക്കുന്ന, ഞാൻ പണ്ട് ഈ പാവങ്ങളെയൊക്കെ നോക്കുന്ന ചെന്നായിപ്പാറ എന്നൊരു ആശ്രമം ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു എൻ്റെ ശുശ്രൂഷ തുടങ്ങിയത്. അവരിൽ യേശുവിനെ കാണണം. ഒരു കൊല്ലമൊക്കെ അവർക്ക് മരുന്നും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആരോഗ്യം വരും. ആരോഗ്യം വരുമ്പോൾ ഒരു 400 പേരോളം അന്നും ഉണ്ടായിരുന്നു. കഷ്ണമൊക്കെ ഒന്ന് പച്ചക്കറിക്ക് മുറുക്കാൻ പറഞ്ഞാൽ ചീത്ത പറയും. ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് ഫോറിനിലേക്ക് അയച്ച് കാശ് പിരിച്ച് ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്. ദൈവമേ, ബഹളമാണ്. ഞാൻ പറഞ്ഞു, അച്ഛാ നമുക്ക് വചനം കൊടുക്കാണ്ട് പറ്റില്ല. ഞാൻ വിളിച്ചിരുത്തി വചനം കൊടുക്കാൻ തുടങ്ങി. ആരോ പോയി പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ്, ഞാൻ മുസ്ലിമാണ്, അവിടെ ഒരാൾ വന്ന് മതം മാറ്റുന്നു. അച്ഛൻ പറഞ്ഞു, ജോയി ഇനി ആരും വായിലേക്ക് കൊടുത്താൽ മതി, ചെവിയിലേക്ക് കൊടുക്കണ്ട. ഇതിൽ മനസ്സിലായോ? അച്ഛാ, ചെവിയിലേക്ക് കൊടുക്കാതെ മനുഷ്യൻ മാറില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ വഴിക്ക് പോവാണ്. മനസ്സിലായോ? ചെവിയിലേക്ക് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവിയിലേക്ക് വചനം വന്നാലേ ഒരു മനുഷ്യന് മാറ്റം സംഭവിക്കുകയുള്ളൂ. പറയുന്നത് കണ്ടോ? കേട്ട് വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത്. സഹോദരങ്ങളെ, ഏറ്റവും വലിയ അധ്വാനം എന്ന് പറയുന്നത് ഒരാളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരിക. ഒരാളോട് ക്രിസ്തുവിനെ കുറിച്ച് പറയുക. അങ്ങനെ ഒരാൾ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ശുശ്രൂഷകനല്ല കേട്ടാ, ശുശ്രൂഷകന്റെ പദവി വേറൊരു ലെവലാണ്. ഹല്ലേലൂയ, വേറൊരു ലെവലാണ്. മാനസാന്തരപ്പെട്ടവന്റെ ലെവലാണ് ഞാൻ പറയുന്നത്. 10ാമത്തെ വാക്യം വായിക്കാവോ? ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ. ആരെയും ചെറിയവൻ വഴിയോരത്ത് കിടക്കുന്നതാണോ? അല്ലെന്നേ, വചനം കേട്ട് മാനസാന്തരപ്പെട്ട ഈ ചെറിയവരിൽ ഒരുവനെ എന്ത് ചെയ്യരുത്? നിന്ദിക്കാതിരിക്കാൻ. അതെന്താ കാരണം? അടുത്ത വാക്യം, സ്വർഗ്ഗത്തിൽ അവരുടെ ദൂതന്മാർ. ഓ ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട ശിശുവിനെ പോലെയാകുന്ന ഏതൊരു വ്യക്തിക്കും സ്വർഗം ഒരു ദൂതനെ അപ്പോയിന്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ഒരു ശ്രേഷ്ഠമായ ജോലി, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി മക്കളെ ജനിപ്പിക്കുക. എങ്ങനെ? വചനത്തിലൂടെ. ഹല്ലേലൂയ. ഇനി വചനം പറയാൻ പറ്റാത്തവരാണെങ്കിൽ പെട്ടെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. മത്തായി 25 3 ഗ്രൂപ്പിനെ പറയുന്നുണ്ട്. 1 മണവാട്ടി, 2 ശുശ്രൂഷകർ, 3ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുക ആടുകളെ വേർതിരിക്കല. എന്താ ആടുകളെ വേർതിരിക്കണെന്നറിയാവോ? എനിക്ക് ജോലിയുണ്ട്, എനിക്ക് ഈ പണിക്ക് അധികം ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് കഴിവില്ല. നിന്റെ 10-1 ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുക്കുക. ഹല്ലേലൂയ. വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അനേകര് വിഷമിക്കുകയാ. കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകാൻ വഴിയില്ല. ഞാൻ നോർത്തിലൊക്കെ പോയപ്പോൾ ഗുണം എന്താണെന്നറിയാവോ? ഇഷ്ടംപോലെ പെന്തക്കോസ്തക്കാരാ. എന്താ കാര്യം എന്നറിയാവോ? ഓരോ ചർച്ചിൽ നിന്നും മിനിമം 10 പേരെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ഒക്കെ ആയിരിക്കും സഭയിൽ പൈസ ഇല്ലാത്തതല്ല, സുവിശേഷം എത്തിക്കാനുള്ള ആഗ്രഹമില്ല. അവരെ നോക്കിയിട്ടാണ് പറയുന്നത്, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ ഹല്ലേലൂയ, കല്യാണ വിരുന്നിലേക്കെങ്കിലും പ്രവേശിക്കാം. പ്രൈസ് ദി ലോർഡ്. കല്യാണ വിരുന്നിലേക്കെങ്കിലും പ്രവേശിക്കാം. ഒരു കൊച്ചു ഉദാഹരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു സമ്പന്നന്റെ വീട് പണി കഴിഞ്ഞപ്പോഴേ എന്ന് പറഞ്ഞ 15,000 സ്ക്വയർ ഫീറ്റ് ആണ് വീട് തന്നെ, എല്ലാ ആധുനിക സാധനങ്ങളും. അദ്ദേഹം പറഞ്ഞു, പണിക്കാരെ തന്നെ ഒരു ദിവസം വിളിച്ചാൽ കണ്ടമാനം പേരാവും. ഇയാളുടെ ഒരു ആഗ്രഹം, എനിക്ക് എല്ലാ പണിക്കാരും ഒന്ന് കണ്ട് ചിരിച്ചൊരു ഷെയ്ക്കിന്റെ കൊടുക്കണം.
അപ്പൊ പണിക്കാർക്ക് തന്നെ 2 ദിവസമാണ് സദ്യ നടത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോ ഈ പെയിന്റ് അടിക്കുന്ന പെയിന്റ് പണിയുടെ ഒരു ലീഡർ ഉണ്ടാവല്ലോ, ആ പുള്ളിയെ വിളിച്ചു. പെയിന്റിങ്ങിന്റെ തന്നെ ആൾക്കാർ എത്രയുണ്ട്? അയ്യോ, ഒരു 100 പേരെങ്കിലും പെയിന്റിന്റെ ഉണ്ട്. പക്ഷെ സാറേ, അല്ലാതെ ഒരു ദിവസം വന്നവരുണ്ട്, ഒരാഴ്ച വന്നവരുണ്ട്. എല്ലാവരെയും വിളിച്ചു വന്നേ. ഈ പുള്ളിക്കാരനെ സംബന്ധിച്ച് പൈസക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എല്ലാവരെയും വിളിച്ചു വന്നേ. ഇദ്ദേഹമാണെങ്കിലോ ഇയാളുടെ കമ്പനിയുടെ മാനേജർമാരോട് പറയാണ്, ഭാര്യയെയും കൂട്ടി വന്നോളൂ കേട്ടോ. ഹല്ലേലൂയ. കൊച്ചുണ്ടെങ്കിൽ കൊച്ചിനെയും കൂട്ടിക്കോ. സുഹൃത്തുക്കളോട് പറയുകയാണ്, കുടുംബമായിട്ട് വായോന്നേ. ഹല്ലേലൂയ. സുഹൃത്തുക്കൾക്ക് വേറൊരു ദിവസമാണ്, ബന്ധുക്കൾക്കോ എല്ലാ ദിവസവും വേണമെങ്കിൽ വന്നു. ഹല്ലേലൂയ. ഈ പെയിന്റ് പണിക്കാരത് കേട്ടപ്പോ ചോദിച്ചു, ഞാൻ ഭാര്യനെ കൊണ്ടുവരട്ടെ? വേണ്ട വേണ്ട. പെയിന്റുകാരെ എങ്ങനെ വന്നാൽ മതി? ജോലി ചെയ്തവര് തന്നെ വന്നാൽ മതി. ഹല്ലേലൂയ. പെയിന്റിന്റെ ലീഡർ പറഞ്ഞു, എൻ്റെ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ വീട് കാണാൻ ആഗ്രഹമാണ്, അത് പിന്നെ വന്നാൽ മതി, സദ്യക്ക് വരണ്ട. എൻ്റെ വീട് പണിക്ക് എന്തെങ്കിലും സഹായിച്ചവരുണ്ടെങ്കിൽ 1/2 ദിവസം ജോലി ചെയ്താലും അവര് വിരുന്നിന് പോരട്ടെ. ഹല്ലേലൂയ. യേശു മടങ്ങി വരുമ്പോഴും ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവരോ പ്രവർത്തിക്കുന്നവരെ സഹായിച്ചവരോ മാത്രമേ ആ വിരുന്നിൽ പ്രവേശിക്കുകയുള്ളൂ. വല്ലതും മനസ്സിലായോ? ഇന്നു മുതൽ ആരംഭിക്കുക. എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകളെ അടയ്ക്കുക. ആ രാജ്യാവ് മടങ്ങി വരാനുള്ള സമയമായി. ഭൂമിയുടെ ഭരണം അവൻ ഏറ്റെടുക്കാൻ പോവുകയാണ്. മരുഭൂമിയെല്ലാം ഉദ്യാനമായി മാറും. സിംഹവും പുലിയും കാളയുടെയും പശുവിന്റെയും ഒപ്പം കിടക്കും. ചെന്നായി ആട്ടിൻകുട്ടി ഒരുമിച്ച് മേയും. ഈ രാജാവ് മൃഗങ്ങളുടെ സ്വഭാവം മാറ്റും. ഈ രാജാവ് ഭൂമിയുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തും. ഈ രാജാവ് എല്ലാത്തിന്റെ മേൽ അധികാരമുള്ളവനാണ്. എന്നാൽ പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്നെ മാറ്റേണ്ട ഉത്തരവാദിത്വം നിനക്കാണ്. നിന്റെ ശരീരത്തിന്റെ സൗന്ദര്യം മാറ്റിത്തരും. യേശു പ്രാർത്ഥിച്ചപ്പോൾ സൂര്യനെ പോലെ ശോഭയുള്ള മുഖമായി അവന്റെ മാറി. വസ്ത്രം ഏത് അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയുന്നതിനേക്കാളും അവന്റെ ശരീരം അടച്ചിട്ട മുറിയിലേക്ക് കടന്നു വരും. നിന്റെ ശരീരത്തെ മാറ്റാൻ സാധിക്കും, നിന്റെ മുഖഭാവം മാറ്റാൻ സാധിക്കും, നിന്റെ വസ്ത്രത്തെ മാറ്റാൻ സാധിക്കും. എന്നാൽ പ്രിയപ്പെട്ട മകനെ, മകളെ, മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം. നിന്റെ മനസ്സിനെ മാറ്റുവാനുള്ള സമയമാണ്. ദൈവവചനത്തിലൂടെ നിന്റെ മനസ്സിനെ മാറ്റപ്പെടുത്തുവാൻ ഇന്നു മുതൽ തുടങ്ങുകയാണോ? പരമപ്രധാനം മാനസാന്തരപ്പെട്ട് ശിശുവിനെ പോലെ ചെറുതാകാൻ താല്പര്യമുള്ളവരൊക്കെ ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. എന്റെ യേശുവേ, എന്നെ ചെറുതാകാൻ പഠിപ്പിക്കണം കർത്താവേ, എന്നെ ചെറുതാകാൻ പഠിപ്പിക്കണം കർത്താവേ. വാ തുറന്ന് പ്രാർത്ഥിക്കുക. എന്റെ കർത്താവേ, ആഗ്രഹിക്കുന്നവരെല്ലാം, അവിടേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം, എന്റെ കർത്താവേ, എന്നെ ചെറുതാകാൻ പഠിപ്പിക്കണമേ, എന്നെ ചെറുതാകാൻ പഠിപ്പിക്കണമേ, എന്നെ ചെറുതാകാൻ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുക്രിസ്തുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ.
ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ള രാജാവിനെ ആരാധിക്കാം. വണങ്ങിടാം കുഞ്ഞാടിനെ ഉന്നതനെ പുകഴ്ത്തിടാം യേശുവിനെ യേശുവിനെ യോഗ്യൻ ഏറ്റവും ചെറിയവനാകാൻ ഒരു ശിശുവിനെ ശിശു സഹജമായ മനസ്സിനെ ആരാധിക്കട്ടെ. ആരാധിക്കുന്നു യേശുക്രിസ്തുവിനെ അധികാരമുള്ളവനെ അഭിഷേകം ഒരു പുതുസൃഷ്ടിയായി മാറട്ടെ. സ്വർഗ്ഗത്തിന് ശക്തിയാകട്ടെ. രാജ്യത്തിലേക്ക് പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവം, ജീവിക്കുന്ന ഒരു ദൈവം, ആളുകളിലേക്ക് ലോകപീഠനങ്ങളിലേക്ക് അസ്വസ്ഥതകളിലേക്ക് എല്ലാം ഇറങ്ങി വരുന്ന ദൈവം, അവന്റെ ശക്തി പുറപ്പെട്ട് അവന്റെ സുഖപ്പെടുത്തി അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. വചനത്തിന്റെ അഭിഷേക ശക്തി അഭിഷേക ശക്തിയാൽ ആരാധിച്ചോ സുഖപ്പെടുന്ന ദൈവം, എന്റെ മുഴുവൻ ലക്ഷ്യത്തിന്റെ ദൈവം, എനിക്ക് വീണ്ടും ആരാധ്യപ്പെടുന്ന ദൈവം, എന്നെ ചേർത്ത് പഠിക്കുന്ന രാജാതി രാജൻ
ഒരൊറ്റ നിമിഷം കൂടി കണ്ണുകൾ നിറച്ച് കരകൾ മാറുന്ന ചേർത്തിരിക്കുന്നുണ്ട്. എല്ലാവരെയും സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷമാണ്. നീ ഇതുവരെ കേട്ട തമ്പുരാന്റെ മാറ്റമില്ലാത്ത വചനം, ആ വചനം നിന്നിൽ മാംസം ധരിക്കുകയാണ്. ആ വചനം നിന്നിൽ അഭിഷേകമായി ഇറങ്ങുകയാണ്. നീ ഇന്ന് ഈ ആലയത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നാൽ, നീ ലോകത്തിലേക്ക് ഇറങ്ങിയാൽ, ആ വചനം എൻ്റെ ഉള്ളിൽ നിന്ന് മാറാതിരിക്കുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തിൽ 100 മേനി ഫലം പുറപ്പെടുക്കാൻ തക്കവണ്ണം. അത് പാറപ്പുറത്ത് വീണതാകരുതേ, വഴിയരികിൽ വീണതാകരുതേ, നല്ല നിലത്ത് വീണവിട്ട് പോകുന്നേ. നിന്റെ ഹൃദയത്തിൽ അത് വീണിട്ടുണ്ട്, അത് മുളച്ചു പോകട്ടെ. അതിനെ വളരാൻ നീ അനുവദിക്കുക. നീ അനുവദിക്കുക. ആ വചനത്തിൻ്റെ അഭിഷേക ശക്തി കഴിയുന്ന വിധത്തിലെല്ലാം തമ്പുരാന് വേണ്ടി നിലകൊള്ളുവാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് സമർപ്പിക്കുകയാണ്. എൻ്റെ കർത്താവേ, നാളിതുവരെ സത്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഞാനും ഒരു ശുശ്രൂഷ തലത്തിലാണ്, ഞാനും ഒരു ശുശ്രൂഷകനാണ്, ശുശ്രൂഷകയാണ്. കർത്താവേ, വ്യത്യസ്തമായ ശുശ്രൂഷകളാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. യേശുപ്പാ, നിനക്ക് വേണ്ടി ഒരു ആത്മാവിനെങ്കിലും നേടുവാൻ തക്കവണ്ണം അപ്പാ നിന്റെ കരങ്ങളിൽ ഉപകരണമാക്കി എന്നെ മാറ്റണം. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക മക്കളെ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നമ്മൾ വചനത്തിൽ കിട്ടു, അവനെ പ്രതി ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നീ കൊടുത്താൽ അതിന്റെ 100 ഇരട്ടി നിനക്ക് ഇവിടെ ഭൂമിയിൽ വച്ച് തന്നെ അനുഭവിക്കാൻ സാധിക്കും. നിനക്ക് കിട്ടും. അത് കർത്താവാണ് പറഞ്ഞത്. ഹല്ലേലൂയ. നിന്റെ ജീവിതം ഒക്കെ അവന് വേണ്ടി നീ മാറ്റുക. നിന്റെ സമ്പത്തും സമയവും ഒക്കെ അവന് വേണ്ടി നീ മാറ്റുക. സുവിശേഷത്തിന് വേണ്ടി നിന്നെ തന്നെ നീ പൂർണ്ണമായിട്ടൊന്ന് കൊടുക്കുക, സമർപ്പിക്കുക. നീ ഒന്ന് മാറിയാൽ, നീ ഒന്ന് മാനസാന്തരപ്പെട്ടത് നമ്മൾ കേട്ടില്ലേ? സക്കേബസ് മാത്രമാണ് മാനസാന്തരപ്പെട്ടത്. കർത്താവ് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഈ നിമിഷം നിന്റെ മക്കളെല്ലാവരെയും രക്ഷയുടെ തലത്തിലേക്ക് നീ ഒന്ന് ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമർപ്പിച്ചോ മക്കളെ, സമർപ്പിച്ചോ. നമ്മുടെ കഴിവല്ല, യോഗ്യതയല്ല, നമ്മുടെ ഏതെങ്കിലും ക്വാളിറ്റി അല്ല, ഹോൾനെസ് അല്ല, അവന്റെ ദയയാണ്, കരുണയാണ് ഒരുവനെ ഉയർത്തുന്നത്.
ഒന്ന് സമർപ്പിച്ചോ, പൂർണ്ണമായിട്ട് സമർപ്പിച്ചോ. നിന്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം നീ സമർപ്പിക്കും. ഇനിയും എന്തെങ്കിലും അസ്വസ്ഥത എന്റെ ഹൃദയത്തെ വേട്ടയാടുന്നുവെങ്കിൽ അതും പൂർണ്ണമായി നീ സമർപ്പിക്കുക. ഇല്ല, നീ അതിന് ആ അവസ്ഥയ്ക്ക്, ആ വേദനയുടെ അവസ്ഥയ്ക്ക്, തകർച്ചയുടെ അവസ്ഥയിലേക്ക് നീ പോകല്ലേ. അതിന് നീ അടിമയാവില്ലേ. ആ തകർച്ചയുടെ മുകളിൽ നിന്നുകൊണ്ട് നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഇതാ നിന്റെ കൂടെയുണ്ട്. അലറിപ്പാഞ്ഞ തിരമാലകളെ ചവിട്ടി മെതിച്ചുകൊണ്ട് അവൻ കടന്നുകൊണ്ട് പറഞ്ഞില്ലേ, അടങ്ങുക, ശാന്തമാകുക. ശാന്തതയുണ്ടായി. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന അവൻ നിന്റെ കൂടെയുണ്ട്, നിന്റെ ഉള്ളിലുണ്ട്. നീ അറിയണം, നിന്റെ ഉള്ളിലുണ്ട്. ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നിന്റെ ഉള്ളിലുണ്ട്. അവൻ നിന്നെ സഹായിക്കും, അവൻ നിന്നെ ശക്തീകരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.